ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നമുക്കതല്ല വേണ്ടത്. ഇനി ഇവിടെ ആ കേസ് കുത്തിപ്പൊക്കാൻ ഒരുത്തനുണ്ടാവരുത്. മാഡം ഉദ്ദേശിക്കുന്നത് അവനെ അങ്ങ് തീർത്ത് കളയണം, ആ സച്ചിയെ. അവന്തിക എന്ന് പറയുന്ന പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. അവന്തിക ഏതോ ഒരു ഡോക്ടർ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. ജാമ്യം എടുക്കാൻ വരുന്നെന്നാണ് നിങ്ങളെ മരുമകൻ പറഞ്ഞത്. അഥവാ ഇനി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എന്നിട്ട് സച്ചി എവിടെ? ഒരു പോലീസുകാരൻ വന്ന് അങ്ങോട്ട് വിളിച്ചോണ്ടു പോയി. എന്തിനാണോ എന്തോ. അയ്യോ എന്റെ ദൈവമേ. വയ്ക്കട്ടെ ആജി, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അയ്യോ ദൈവമേ, ഈ മൂദേവി എന്റെ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരാ? നിന്റെ ചേച്ചി. ഇത്രയൊക്കെ നമ്മളോട് ചെയ്തിട്ടും അവർക്ക് ഇതുവരെ മതിയായില്ലേ? അഹങ്കാരം കൊണ്ട് തലയെ ചവിട്ടാനാണ് അവരുടെ ഭാവമെങ്കില് ആ കാലങ്ങ് വെട്ടിക്കളയണം. അതാ വേണ്ടത്. അമ്മേ, നമ്മളെന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ? ഏതോ ഡോക്ടർ വന്ന് ജാമ്യം എടുക്കുമെന്നല്ലേ ബിജുക്കുട്ടൻ പറഞ്ഞത്. അയാള് വരുമോ നോക്കട്ടെ. നമ്മളെ തോൽപ്പിച്ചു എന്ന അഹങ്കാരത്തിലാ അവളിപ്പ നടക്കുന്നു. എവിടെ നിന്നും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോണ്ട് വളർത്തുന്നു. എന്നിട്ട് അമ്മയും ചമ്മനോട് നടക്ക. നമ്മുടെ കുടുംബത്തിലെ ചോര ഊച്ചു കുടിക്കുന്ന യക്ഷി അവള്. വീണ് കിടക്കുമ്പോ അവൾ എന്റെ കുഞ്ഞുങ്ങളുടെ തലയിലെ വീണ്ടും ചവിട്ട് താഴ്ത്തുകയാണല്ലോ ഈശ്വര. ഇനി ഇതിങ്ങനെ വിട്ടുകൊടുത്താ പറ്റത്തില്ല. ഇത്രയും നാളും നിങ്ങളോട് ചെയ്തതെല്ലാം കണ്ട് മനസ്സ് മരവിച്ചു പോയവളാ ഞാൻ. ഇതിനവർക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കും. അവള് കാരണം നമുക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്. എന്റെ മോളും കുഞ്ഞും ഇപ്പൊ എവിടാണെന്ന് പോലും അറിയത്തില്ല. അമ്മേ, എല്ലാ സൗഭാഗ്യം അനുഭവിച്ച് ജീവിച്ച നിങ്ങള് കഷ്ടപ്പാടും ദാരിദ്ര്യം മാത്രം അനുഭവിച്ച് ജീവിക്കുക. സേതുവേട്ടനും എന്റെ മാഷും ദ്രോഹിക്കാവുന്ന തരത്തിലല്ല നിങ്ങളുടെ പിന്നാലെ നടന്നവള് ദ്രോഹിക്കുക. ഒരു ജീവിതമാർഗവും മുന്നിലില്ലാതെ നിങ്ങളെല്ലാവരും ദുരിതത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് അവൾ ഇപ്പോഴും മതിച്ച് പൊളിച്ചങ്ങ് നടക്കുവാ. ഇത്രയൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ എന്ത് പാവാ ചെയ്തേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. എവിടെ നിന്നോ കൊണ്ടുവന്നൊരു കുഞ്ഞിന്റെ അമ്മയായി വിലസാൻ അവളെ അനുവദിക്കരുത്. അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട. വഴിയിൽ വെച്ചൊരു വഴക്കുണ്ടാക്കിയതിന്റെ പേരില് അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ആ ഡോക്ടർ വന്നില്ലെങ്കിൽ നമുക്ക് പോയി ഇറക്കിക്കൊണ്ടുവരാം. ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പഴയ വൈരാഗ്യം ഇപ്പോഴും അവൻ മനസ്സിൽ കൊണ്ടു നടക്കാണല്ലേ? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. പക്ഷേ ഇപ്പൊ അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ എന്നെ അപമാനിക്കുന്നു. അന്ന് സ്കൂളിൽ വെച്ച്, ഇന്ന് പബ്ലിക് റോഡിൽ വെച്ചിട്ട് അവൻ എന്നെ തല്ലാൻ കൈപൊക്കി. അവൻ അത്രയ്ക്ക് ധൈര്യോ? മുകളിൽ ആകാശവും താഴെ ഭൂമിന്ന മട്ടിൽ നടക്കുന്നവനല്ലേ. നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും അത്ര ചെറുതല്ലല്ലോ മാഡം. അവരുടേതായിരുന്നതെല്ലാം ഇന്ന് മാഡത്തിന്റെ കയ്യിലല്ലേ? അതെന്റെ പ്രതികാരം. ആ കുടുംബം ഞാൻ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ആ കേസ് എനിക്ക് ഇന്നും ഒരു ഭീഷണി തന്നെയാ. പഴയ വക്കീല് മരിച്ച ശേഷം പണമില്ലാത്തോണ്ട് അവർക്ക് നല്ലൊരു വക്കീലിനെ വെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ എന്നെ വെല്ലുവിളിച്ചത്
ഏതോ പുതിയ വക്കീലിനെ വെച്ച് കേസ് വാദിക്കാൻ പോകുന്നു. ആ, ഏത് വക്കീലിനെ വെച്ചാലെന്താ, നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാരെയും ഒന്നും വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നമുക്ക് അതല്ല വേണ്ടത്. ഇനി ഇവിടെ ആ കേസ് കുത്തിപ്പൊക്കാൻ ഒരുത്തനുണ്ടാവരുത്. മാഡം ഉദ്ദേശിക്കുന്നത്? അവനെ അങ്ങ് തീർത്ത് കളയണം, ആ സച്ചിയെ. ഇനി എന്റെ നേരെ വിരൽ ചൂണ്ടാനും വെല്ലുവിളിക്കാനും അവൻ വേണ്ട. അത് വളരെ ഈസി അല്ലേ, ഒരു ചെറിയ ആക്സിഡന്റ്, അത് മതി. ആരും നമ്മളെ സംശയിക്കുകയില്ല. അമ്മേ, മുറിച്ചുപൊക്കോ, ബാക്കി പിന്നെ സംസാരിക്കാം. ശരി മാഡം, പോട്ടെ മോളെ. എന്നാ പോവാം. വാ വാ. അമ്മേ, ഇന്ന് എന്നെ കൊണ്ടുവിടാൻ വരുമോ? അയ്യോ, അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട് മോളെ. എല്ലാ ദിവസവും മോളുടെ പരാതി ഇത് തന്നെയാ. ഒരു ദിവസമെങ്കിലും മോളെ കൊണ്ട് വിട്ടൂടെ മാഡം? മോളുടെ ഒരു ആഗ്രഹമല്ലേ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മോളുടെ കാര്യം നോക്കാനാ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നെ, അല്ലാതെ എന്നെ ഉപദേശിക്കാനല്ല. മനസ്സിലായോ? യെസ് മാഡം. അമ്മ എന്നെ സ്കൂൾ വരെ കൊണ്ടുവിട്ടിട്ട് ഉമ്മ തന്ന ചാറ്റ് പറഞ്ഞിട്ട് തിരിച്ചു പോക്കോ? എല്ലാ കൂട്ടുകാരുടെ അമ്മമാർ അങ്ങനെയാ. അമ്മ മാത്രം ഒരു ദിവസം വരില്ല. ഇന്ന് ജോലി കൂടുതലുള്ളോണ്ടല്ലേ അമ്മ ഒരു ദിവസം വരാം. ശരിക്കും? ഉറപ്പായിട്ടും വരും. വാ. ഹലോ. ഓ അരവിന്ദ്, എനിക്ക് എന്നാലൊരു വല്ലാത്ത പറ്റായിപ്പോയി. നിന്നോട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോടാ. എന്താ പറ്റിയത്? സാർ, ഞങ്ങൾ ആകെ പെട്ടുപോയി. സ്ത്രീ പീഡനത്തിനാ കേസെടുക്കാൻ പറഞ്ഞേ. ഞാൻ എന്തായാലും സി ഒന്ന് കാണട്ടെ. ആ